ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ 10th റിസൾട്ടൊക്കെ വന്നു അല്ലേ. അപ്പോൾ അതിൽ 10 A+, 8 A+, 7 A+, 9 A+ ഒക്കെ കിട്ടിയവർക്ക് അതിൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് പറയട്ടെ. പക്ഷേ അതൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഈ 10th മാർക്ക് നമ്മുടെ +1 +2 അഡ്മിഷൻ തീരുന്നത് വരെ ആവശ്യമുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ പഠിക്കണ്ട എന്ന് പറയല്ല, പഠിക്കണം, കോൺസെപ്റ്റ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, പഠിക്കാതെ മാർക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ മോശമാണ്, പഠിക്കണം. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ വൈസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം സയൻസിലോ ഫിസിക്സിലോ അങ്ങനെ നമുക്ക് പഠിച്ച് നേടേണ്ട ഒരു പാഷനാണ്, അങ്ങനെ ഒരു ജോലിയാണ് നിങ്ങളുടെ പാഷനെങ്കിൽ നിങ്ങൾ പഠിക്കണം. അല്ല നിങ്ങൾക്ക് വേറെ കുറേ ഇപ്പോൾ ആർട്ട്, സ്പോർട്സ് അതൊക്കെയാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ഓക്കെ, കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. അത് ഞാൻ തെറ്റ് പറയുന്നില്ല, അതിനും ആൾക്കാർ വേണം. പക്ഷേ പഠിത്തത്തിൻ്റെ മേഖലയിലാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിക്കാണ്ട് മാർക്ക് വാങ്ങാതിരിക്കുന്ന ആൾക്കാരോടല്ല ഞാൻ ഈ പറയുന്നത്, പഠിച്ചിട്ടും എന്തൊക്കെയോ ചില കാരണങ്ങളാൽ മാർക്ക് കിട്ടാതെ പോയ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. പഠിക്കുന്നതാണ് നമ്മുടെയും, നമുക്ക് എന്താണോ പഠിക്കുന്നത് അതിൻ്റെ നോളജ് കിട്ടുന്നതാണ് നമ്മുടെയും. അല്ലാതെ എല്ലാവരും 10A+ കിട്ടിയവരെ ഞാൻ മോശമാക്കി പറയല്ല. അവരുടെ കഴിവ്, അവരത് പഠിച്ച് അവർക്കത് കിട്ടി, അവരുടെ ഭാഗ്യം കൊണ്ടും ലക്ക് കൊണ്ടും ചിലക്ക് കൊണ്ടും ദൈവത്തിൻ്റെ സഹായം, അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് വന്നുകൊണ്ട് അവർക്കത് കിട്ടി എന്ന് കരുതി കിട്ടാത്തവർ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ MSc ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ 10th മാർക്ക് എവിടെയും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് തോന്നും ഓക്കെ, എല്ലാവരും പറയുന്നത് നമ്മുടെ 10th ആണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്, അത് ഞാൻ പറയും +2 ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. പിന്നെ ടേണിംഗ് പോയിന്റ് ഒക്കെ പറിച്ച ആൾക്കാർ നിർത്തും. നമ്മളായിട്ട് നമ്മുടെ ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറയുന്നു തോന്നുന്നുണ്ടോ, ലൈക്ക് ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്, നീ ഇത് ചെയ്യണം, ഇത് ചെയ്താൽ നീ സക്സസ് ആവും? ആരും പറയില്ല. നമ്മുടെ പാരൻസ് സജഷൻസ് തന്നേക്കാം, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയൊരു സജഷൻസ് തന്നേക്കാം. അല്ലാണ്ട് നമ്മൾ 10th ക്ലാസ് തീരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ വിളിച്ച് ചോദിക്കും, അങ്ങനത്തെ പരിപാടിയൊന്നും പിന്നെ ഇല്ല. പിന്നെ ചോദിക്കും, കുറച്ചും കൂടി ഏതായി ചോദിക്കും, ജോലി ആയില്ലേ ആ ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അല്ലാണ്ട് മാർക്ക് എത്രയാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വലുതായി നിൽക്കും. പിന്നെ സജഷൻസ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ്. അപ്പോൾ നമുക്കിപ്പോൾ സയൻസ് ആണ് താല്പര്യം, സയൻസിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം 10th അപ്പോൾ തൊട്ടേ നമുക്ക് എന്തിലാണോ താല്പര്യം അതിലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് അതിലൊരു അറിവ് നേടാൻ ശ്രമിക്കുക. മോർ ദാൻ മാർക്സ്. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമിന് മുന്നേ എല്ലാം കാണാതെ പഠിച്ച് എക്സാമിന് പോയി അതൊക്കെ അതേപോലെ എഴുതി വെക്കണം, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെ ഫുൾ മാർക്ക് കിട്ടിയ ആളാണ് ഏറ്റവും ബുദ്ധിമാൻ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നതോറും നമുക്ക് മനസ്സിലാവും, നമുക്ക് അതിലുള്ള നോളജ് നമുക്ക് എന്തറിയും എന്നുള്ളതിലാണ് കാര്യം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാമിന് ഫുൾ അറിഞ്ഞെഴുതുന്നല്ല കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ച് കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടി പഠിച്ച് എക്സാമിന് പഠിച്ച് നമ്മൾ എക്സാമിന് പോയി എഴുതും, എക്സാം കഴിഞ്ഞ് നമ്മളത് മറക്കും. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 10A+, 7A+, 8A+, 9A+ ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും എവിടെ എത്താതിരിക്കാൻ പോണില്ല. പഠിക്കണം, മാക്സിമം നമ്മുടെ എഫേർട്ട് കൊടുക്കുക, നമ്മൾ നന്നായി പഠിക്കാം. പിന്നെ മാർക്ക് അതിൻ്റെ വഴിക്ക് പോട്ടെ, കിട്ടണത് കിട്ടട്ടെ, പക്ഷെ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഏത് ഫീൽഡാണോ താല്പര്യം അതിൽ നന്നായിട്ട് പഠിക്കണം. ചിലപ്പോൾ 10th ആകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് ഏത് ഫീൽഡാണ് താല്പര്യം, പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ മാത്സ് ആണ് എടുത്തത് അല്ല, ഞാൻ ഫിസിക്സ് ആണ് ചെയ്യണത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ അതിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാനൊക്കെ വീട്ടിലമ്മ എപ്പോഴും പറയും, എന്ത് പഠിക്കാൻ പറഞ്ഞാലും ഞാൻ മാത്സ് എടുക്കും. അങ്ങനത്തെ അതേപോലെ നമുക്ക് എന്തിനാണ് താല്പര്യം അത് നന്നായിട്ട് പഠിക്കാം. എന്ന് വെച്ചിട്ട് ബാക്കി സബ്ജക്റ്റ് പഠിക്കണമെന്നല്ല, നമുക്ക് 10th +2 തോറ്റ് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല, എല്ലാതും പഠിക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നന്നായി പഠിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും നല്ലൊരു കരിയർ കിട്ടട്ടെ. പിന്നെ ആരും വിഷമിച്ചിരിക്കേണ്ട. നമ്മുടെ എയിം മാർക്ക് എന്നാവരുത്, നമ്മുടെ എയിം നോളജ് എന്നായിരിക്കണം. മാർക്ക് ഒരു മീഡിയം ലെവലിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാം, നമുക്ക് ഏത് കോളേജിൽ ചേരണം ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ രീതിക്കുള്ള ഒരു മാർക്ക് നേടാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കാം. അത്രയും മതി, അതിനുള്ള മാർക്കൊക്കെ മതി നമുക്ക്. പക്ഷെ അറിവ് നേടാൻ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം. സ്പോർട്സിലും ബാക്കി ഉള്ളതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് തിരിയുക. അവർ പാരൻസ് നിരുത്സാഹപ്പെടുത്താതിരിക്കുക. മേ ബി അതിലേക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരും വേണം നമ്മുടെ നാട്ടിൽ. അപ്പോൾ എവരിബഡി ട്രൈ ടു ഫോളോ യുവർ പാഷൻ. അപ്പോൾ ഞാൻ വീണ്ടും വേറെ വീഡിയോസ് ആയിട്ട് വരാം. ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യാതെന്ന് വെച്ചാൽ എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, സെം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അധികം ചെയ്യാതിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ യൂട്യൂബ് നിർത്തി പോയിട്ടില്ല, ഞാൻ ഇനിയും വീഡിയോസ് ആയിട്ട് വരും. ടിൽ ദെൻ ബൈ.